ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മെട്രിക് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെ യൂണിറ്റ് കൺവേർഷൻസും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് യൂണിറ്റ്സും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് മെട്രിക് മെഷർമെൻറ്റ്സിൻ്റെ യൂണിറ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ ചില യൂണിറ്റ്സൊക്കെ നമുക്ക് പുതിയതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഞാൻ ഓരോന്നും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10 മില്ലിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, അത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മൾ സ്കെയിലൊക്കെ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്. 10 മില്ലിമീറ്റർ ചേർന്നാൽ അതിനെ നമ്മൾ എന്താ പറയുക, 1 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ 1 ഡെസിമീറ്റർ എന്ന് പറയാൻ പറ്റും. ഡെസിമീറ്റർ കേട്ടോ, DM എന്നാണ് അതിനെ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത്, ഡെസിമീറ്റർ. ഇത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ ഒരു പുതിയ യൂണിറ്റ് ആയിരിക്കും അല്ലേ. ഇനി അടുത്തത് എന്തായിരിക്കും, ഇതുപോലെ തന്നെ 10 ഡെസിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ അതിന് നമുക്ക് 1 മീറ്റർ എന്ന് പറയാം. 10 ഡെസിമീറ്റർ ചേർന്നാൽ കിട്ടുന്ന ആ യൂണിറ്റിന് നമ്മൾ 1 മീറ്റർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞു നോക്കിയേ എന്തായിരിക്കും, ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് 10 മീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ 1 ഡെക്കാമീറ്റർ എന്ന് പറയും കേട്ടോ. DAM എന്നാണ് അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത്. അതായത് ഡെക്കാമീറ്റർ എന്ന് പറയും. കണ്ടോ, 10 മീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു ഡെക്കാമീറ്റർ എന്ന് പറയും. അപ്പം നെക്സ്റ്റ് എന്തായിരിക്കും, 10 ഡെക്കാമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ 1 ഹെക്ടോമീറ്റർ എന്ന് പറയും. 1 ഹെക്ടോമീറ്റർ ഷോർട്ടാക്കിയിട്ട് അതിനെ HM എന്ന് എഴുതും. നമ്മളതിനെ ഇങ്ങനെ പറയും, ഹെക്ടോമീറ്റർ. കണ്ടോ, 10 ഡെക്കാമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ഹെക്ടോമീറ്റർ ആയിട്ട് മാറും. ആൻഡ് ലാസ്റ്റ് വൺ, 10 ഹെക്ടോമീറ്റേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ അത് 1 കിലോമീറ്റർ ആയിട്ട് മാറും. 1 കിലോമീറ്റർ ആയിട്ട് മാറും. കണ്ടോ, അപ്പോൾ 1 2 3 4 5 6 യൂണിറ്റ് കൺവേർഷൻസ് ആണ് നമുക്കുള്ളത്. 10 മില്ലിമീറ്റർ ചേർന്നാൽ അത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. 10 സെൻറ്റിമീറ്റർ ചേർന്നാൽ അത് 1 ഡെസിമീറ്റർ ആയിട്ട് മാറും. ആൻഡ് ദെൻ 10 ഡെസിമീറ്റർ ചേർന്നാൽ അതൊരു മീറ്റർ ആയിട്ട് മാറും. 10 മീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ഡെക്കാമീറ്റർ ആയിട്ട് മാറും. ദെൻ 10 ഡെക്കാമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ഹെക്ടോമീറ്റർ ആയിട്ട് മാറും. 10 ഹെക്ടോമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു കിലോമീറ്റർ ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് കാണാപാഠം പഠിച്ചു വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ കൺവേർഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പറ്റുന്ന അത്ര ഇതിൽ കുറേയൊക്കെ നമുക്ക് അറിയുന്നതാണ്. മുഴുവനായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ഐഡിയ പറഞ്ഞുതരാം. അതായത് ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ ചിലപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ കേട്ടോ. നിങ്ങൾ ഈ രീതിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ അത് കണ്ടെത്തിയിട്ട് പഠിക്കാം. അതായത് ഈ യൂണിറ്റുകളൊക്കെ ഞാനൊന്ന് ഓർഡറിൽ എഴുതാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ, ഡെക്കാമീറ്റർ ആൻഡ് ദെൻ ഹെക്ടോമീറ്റർ, കിലോമീറ്റർ. ഇനി ഞാനിതൊരു താളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരേ. മില്ലി സെൻറ്റി ഡെസിമീറ്റർ, ഡെക്ക ഹെക്ട കിലോമീറ്റർ. അപ്പോൾ ഇത്ര യൂണിറ്റ്സ് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് കഴിഞ്ഞു പോകും. ഒന്നും കൂടെ പറയാം കേട്ടോ. മില്ലി സെൻറ്റി ഡെസിമീറ്റർ, ഡെക്ക ഹെക്ട കിലോമീറ്റർ. അതായത് 10 മില്ലിമീറ്റർ ചേർന്നാൽ 1 സെൻറ്റിമീറ്റർ ആവും. 10 സെൻറ്റിമീറ്റർ ചേർന്നാൽ 1 ഡെസിമീറ്റർ ആവും. 10 ഡെസിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആവും. 10 മീറ്റർ ചേർന്നാൽ 1 ഡെക്കാമീറ്റർ ആവും. 10 ഡെക്കാമീറ്റർ ചേർന്നാൽ 1 ഹെക്ടോമീറ്റർ ആവും. 10 ഹെക്ടോമീറ്റർ ചേർന്നാൽ 1 കിലോമീറ്റർ ആവും. അപ്പോൾ ഇത് ഈ രീതിക്കൊന്ന് സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. മില്ലി സെൻറ്റി ഡെസിമീറ്റർ, ഡെക്ക ഹെക്ട കിലോമീറ്റർ. അപ്പോൾ ആ ഓർഡറിൽ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇക്കാര്യം നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ എഴുതിയെടുക്കാനോ വേണ്ടിയിട്ട് പറ്റും. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ. മില്ലി സെൻറ്റി ഡെസിമീറ്റർ, ഡെക്ക ഹെക്ട കിലോമീറ്റർ. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് മനസ്സിലാക്കാനും ഓർത്ത് വയ്ക്കാനും കഴിയുന്നത് ആ രീതിക്ക് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇത് ഞാൻ പഠിച്ചൊരു മെത്തേഡും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അത് എഴുതി പഠിച്ചു വയ്ക്കുകയും ചെയ്യാം.
കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് ആണ് പറയുന്നത്. അതായത് നമുക്ക് ഒരു യൂണിറ്റിൽ തന്നാൽ അതിനെങ്ങനെ മറ്റൊരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യം വരാറുള്ളത് ആ മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ട് മാറ്റാൻ, ഇങ്ങനെ കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ ഇനി അങ്ങോട്ട് നമുക്ക് ഡ്രോയിങ്സിലും അല്ലാത്ത കേസസിലും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ മെട്രിക് യൂണിറ്റ്സിലുള്ള കുറച്ച് കൺവേർഷൻസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ആ ഓർഡറിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ഓർഡറിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു സാധനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റ് കൺവേർഷൻസ് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഏതെങ്കിലും യൂണിറ്റിൽ നിന്ന് മാറ്റേണ്ട സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുവാണെങ്കിൽ ഇത് ഈ ഓർഡറിൽ ജസ്റ്റ് എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു മെത്തേഡ് വഴി അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നോക്കിയോ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്നതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോക്കിയോ, നമുക്കിപ്പോൾ താഴെയുള്ള ഏതെങ്കിലും യൂണിറ്റ്സിൽ നിന്ന് മേലുള്ള യൂണിറ്റ്സിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ, അതായത് നോക്കിക്കോട്ടെ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് കിലോമീറ്ററിൽ നിന്ന് ഹെക്ടോമീറ്ററിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഹെക്ടോമീറ്ററിൽ നിന്ന് ഡെക്കാമീറ്ററിലോട്ട് മാറ്റണം, അല്ല ഹെക്ടാമീറ്ററിൽ നിന്ന് ഇനി മീറ്ററിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഡെസിമീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഡെസിമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. അതായത് താഴെയുള്ള യൂണിറ്റുകളിൽ നിന്ന് മേലോട്ടുള്ള യൂണിറ്റുകളിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 10 ചെയ്യണം. അതായത് 10 കൊണ്ട് ഗുണിച്ചു കൊടുക്കണം. ഇപ്പോൾ ജസ്റ്റ് അത്രയും മനസ്സിലാക്കുക കേട്ടോ. അതായത് താഴെയുള്ള യൂണിറ്റുകളിൽ നിന്ന് മേലുള്ള യൂണിറ്റുകളിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10 കൊണ്ട് ഗുണിക്കണം. ഇനി മേലെയുള്ള യൂണിറ്റുകളിൽ നിന്ന് താഴെയുള്ള യൂണിറ്റുകളിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ, അതായത് ഇപ്പോൾ മില്ലിമീറ്ററിൽ നിന്ന് താഴെയുള്ള യൂണിറ്റ് അങ്ങനെയല്ല കേട്ടോ, മില്ലിമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനാണെങ്കിലും, അല്ല മില്ലിമീറ്ററിൽ നിന്ന് ഡെസിമീറ്ററിലോട്ട് മാറ്റാനാണെങ്കിലും, ഇനി സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ട് മാറ്റാനാണെങ്കിലും, ഡെസിമീറ്ററിൽ നിന്ന് ഡെക്കാമീറ്ററിലോട്ട് മാറ്റാനാണെങ്കിലും, അല്ല ഇനി മില്ലിമീറ്ററിൽ നിന്ന് നമുക്ക് കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ, അതായത് മേലെ കിടക്കുന്ന യൂണിറ്റ്സിൽ നിന്ന് താഴോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 10 കൊണ്ട് ഹരിക്കണം. മനസ്സിലായോ? അപ്പം താഴെയുള്ള യൂണിറ്റുകളിൽ നിന്ന് മേലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുകയും, മേലെയുള്ള യൂണിറ്റുകളിൽ നിന്ന് താഴോട്ടാണ് കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ 10 കൊണ്ട് ഹരിക്കുകയും ചെയ്യണം. ഇനി ഇതൊന്നും കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. അടുത്ത സ്റ്റെപ്പിൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ സെൻറ്റിമീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലോട്ടാണ് മാറ്റേണ്ടതെന്ന് വിചാരിച്ചു. അതായത് താഴെയുള്ള യൂണിറ്റിൽ നിന്ന് മേലുള്ള ഒരു യൂണിറ്റിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ഇൻറ്റു 10 ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയോ കേട്ടോ, സെൻറ്റിമീറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, മില്ലിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഞാൻ എണ്ണണം. സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ മേലെ ആര് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് മില്ലിമീറ്റർ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഇൻറ്റു ഒരു 10 കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഗുണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അടുത്ത ഞാൻ ഒന്നും കൂടെ പറയാം. സപ്പോസ് ഡെസിമീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലോട്ടാണ് മാറ്റേണ്ടത് എന്ന് വിചാരിക്കുക. ഡെസിമീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലോട്ട് കേട്ടോ. ഡെസിമീറ്ററിൽ തന്നൊരു യൂണിറ്റിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഡെസിമീറ്റർ കഴിഞ്ഞിട്ട് ഞാൻ എണ്ണാൻ പോവാണേ. 1, 2. നമുക്ക് മില്ലിമീറ്ററിലോട്ടല്ലേ മാറ്റേണ്ടത്. അപ്പം മില്ലിമീറ്റർ വരെ നമ്മൾ എണ്ണുക. ഡെസിമീറ്റർ കൂട്ടാതെ മില്ലിമീറ്റർ വരെ നമ്മൾ എണ്ണുമ്പോൾ 1, 2 കണ്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ 2 10 കൊണ്ട് ഗുണിച്ചു കൊടുക്കണം. 2 10 കൊണ്ട് ഗുണിച്ചു കൊടുക്കണം. ഇനി നെക്സ്റ്റ് നോക്കിയോ, ഹെക്ടോമീറ്ററിൽ നിന്ന് എനിക്ക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം എന്ന് വിചാരിച്ചോ. ഹെക്ടോമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. ഹെക്ടോമീറ്ററിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റണം, യൂണിറ്റിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ നോക്കിയോ കേട്ടോ, ഹെക്ടോമീറ്ററിൽ നിന്നാണല്ലോ മാറ്റേണ്ടത്. എവിടെ വരെ മാറ്റണം, സെൻറ്റിമീറ്റർ വരെ മാറ്റണം. ദാ ഇവിടെ വരെ എത്തണം. അപ്പോൾ ഹെക്ടോമീറ്റർ നമ്മൾ കൂട്ടണ്ട, ബാക്കി അങ്ങോട്ടേക്ക് എണ്ണണം. 1, 2, 3, 4. അപ്പം 4 പ്രാവശ്യം നമ്മൾ എണ്ണി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 4 10 കൊണ്ട് ഗുണിച്ചു കൊടുക്കണം. ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, കിലോമീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലോട്ടൊക്കെയാണ് മാറ്റുന്നതെങ്കിൽ എത്ര 10 വേണ്ടി വരും, 1, 2, 3, 4, 5, 6. 10 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗുണിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴും ചില ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കുറച്ച് നമ്പേഴ്സ് എക്സാമ്പിളാക്കി വെച്ചിട്ടും കൂടെ പറഞ്ഞു തരാം കേട്ടോ. നോക്കിയേ, എനിക്ക് 2 ഡെസിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് മാറ്റണം. അതായത് 2 ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണെന്ന് എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ചെയ്യാൻ പോണത്. അതായത് ഡെസിമീറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, 2 ഡെസിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് ഡെസിമീറ്റർ, ഇവിടെയാണ് കിടക്കുന്നത്. നമുക്ക് മാറ്റേണ്ടത് മില്ലിമീറ്ററിലോട്ടാണ്. അപ്പോൾ എനിക്ക് ഡെസിമീറ്റർ കൂട്ടാതെ നമ്മൾ എണ്ണണം. 1,
2 അല്ലെ മില്ലിമീറ്റർ വരെ 1 2 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര 10 കൊണ്ട് ഗുണിക്കണം? 2 10 കൊണ്ട് ഗുണിച്ചു കൊടുക്കണം. അപ്പോൾ 2 ഇൻറ്റു 10 ഇൻറ്റു 10 രണ്ടാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് മാറ്റാൻ വേണ്ടി. 2 ഡെസിമീറ്ററാണ് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. മില്ലിമീറ്റർ വരെ 2 10കൾ വരുന്നുണ്ട്. അപ്പോൾ 10 ഇൻറ്റു 10 അപ്പോൾ എത്ര വരും? അത് 200 മില്ലിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, 2 ഡെസിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ അത് എത്ര മില്ലിമീറ്റർ ഉണ്ട്? 200 മില്ലിമീറ്റർ ഉണ്ട്. കണ്ടോ, ഇപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്കൊരു 10 കിലോമീറ്ററിനെ എനിക്ക് എന്തിലോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം എന്ന് വിചാരിച്ചോ. 10 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് എനിക്കറിയണം. 10 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് എനിക്കറിയണം. അപ്പോൾ നോക്കിയേ, കിലോമീറ്ററിൽ നിന്ന് എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? മീറ്ററിലോട്ടാണ് മാറ്റുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? കിലോമീറ്റർ അവിടെ നിൽക്കട്ടെ, ബാക്കി മീറ്റർ വരെ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കാം. അപ്പോൾ 1 2 3 അപ്പോൾ 3 പേരുണ്ട് മീറ്റർ വരെ. അപ്പോൾ നമ്മൾ എത്ര 10 കൊണ്ട് ഗുണിക്കണം? എത്ര 10 കൊണ്ട് ഗുണിക്കണം? യെസ്, 3 10 കൊണ്ട് നമ്മൾ ഗുണിച്ചു കൊടുക്കണം. അപ്പോൾ 10 കിലോമീറ്ററിനെയാണല്ലോ മാറ്റാൻ പറഞ്ഞത്. 10 നമ്മൾ അതുപോലെ എഴുതി. ഇത് ഈ 10 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എത്ര 10 കൊണ്ട് ഗുണിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്? ഇതുവരെ 1 2 3 10. അപ്പോൾ ദേവി ആ 10കളാണ് ഞാൻ എഴുതാൻ പോണത്. 10 ഇൻറ്റു 10 ഇൻറ്റു 10 അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? പറഞ്ഞേ, 4 0 വരും അല്ലേ എങ്ങനെ ഗുണിക്കുമ്പോൾ? അതായത് 10,000 മീറ്റർ. അപ്പോൾ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 10,000 മീറ്ററാണ്. മനസ്സിലായോ? ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. എനിക്കിപ്പോൾ മീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലോട്ട് മാറ്റണം. മീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലോട്ടാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു 5 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് എനിക്കറിയണം. 5 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണ് കേട്ടോ. അപ്പം 5 ഞാൻ അതുപോലെ തന്നെ എഴുതി കൊടുത്തു. ഇനി എത്ര 10 കൊണ്ട് ഗുണിക്കണം എന്നല്ലേ നമുക്ക് അറിയേണ്ടത്. ഇതെവിടെ? മീറ്ററിൽ നിന്ന് മില്ലിമീറ്ററിലോട്ടാണ്. അപ്പം മീറ്ററിന് നമ്മൾ എണ്ണണ്ട, ബാക്കി 1 2 3 പേരുണ്ട് അല്ലേ. അപ്പം 3 10 കൊണ്ട് ഞാൻ ഗുണിച്ചു കൊടുത്തു. 10 ഇൻറ്റു 10 ഇൻറ്റു 10 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം, സിമ്പിളായിട്ട് 0 അപ്പുറത്ത് ഇട്ട് കൊടുത്താൽ മതി. എത്ര 0 ഉണ്ട്? 1 2 3. അപ്പം ഇത്രയും മില്ലിമീറ്റർ കിട്ടും. അപ്പം 5 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് 5000 മില്ലിമീറ്റർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിയോ കേട്ടോ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതേ മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ അവിടെ എത്ര പേരെണ്ണണം? 1 2. അപ്പോൾ എത്ര 10 കൊണ്ട് ഗുണിക്കണം? 1 അതുപോലെ തന്നെ ഇറക്കി എഴുതി. ദെൻ 10 ഇൻറ്റു 10 2 10 കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് 100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് യൂണിറ്റ്സിനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, താഴെയുള്ള യൂണിറ്റിൽ നിന്ന് മേലോട്ടുള്ള യൂണിറ്റിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അതുകൊണ്ടാണ് ഈ 10 കൊണ്ട് ഗുണിക്കുക എന്നുള്ള കേസ് വന്നത് കേട്ടോ. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കുക എന്നാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. പക്ഷേ എത്ര 10 കൊണ്ട് ഗുണിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ യൂണിറ്റിന് അനുസരിച്ച് ഒന്നും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഹെക്ടോമീറ്ററിൽ നിന്ന് ഡെക്കാമീറ്ററിലേക്ക് മാറ്റുവാണെങ്കിൽ ഹെക്ടോമീറ്റർ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് എന്നാ 1 ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 10 കൊണ്ട് ഗുണിച്ചു കൊടുക്കാം. ഇനി ഡെക്കാമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുവാണെങ്കിൽ ഡെക്കാമീറ്റർ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സെൻറ്റിമീറ്റർ വരെ 1 2 3 3 പേരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 3 10കൾ കൊണ്ട് ഗുണിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ ഈസി ആയിട്ട് മനക്കണക്കായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ടാവും. അവരൊന്നും ഇത് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ യൂണിറ്റ് കൺവേർഷൻസ് ബുദ്ധിമുട്ടാണ്, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് മാറ്റാൻ പറയുമ്പോൾ പെട്ടെന്ന് അത് ചിന്തിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. മേലെയുള്ള യൂണിറ്റിൽ നിന്ന് താഴോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു താഴോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ബൈ 10 ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 10 കൊണ്ട് ഹരിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി അത് എത്ര 10 കൊണ്ടാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് 5 സെൻറ്റിമീറ്ററിൽ നിന്ന് അതിനെ എത്ര മീറ്ററാണ് കണ്ടെത്തണം, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററിന് എനിക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതേ സെൻറ്റിമീറ്റർ ഇതാണല്ലോ, സെൻറ്റിമീറ്ററിൽ നിന്ന് എനിക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ കൂട്ടേണ്ട, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 2 2 പേരുണ്ട്. അപ്പോൾ എത്ര 10 കൊണ്ട് ഹരിക്കണം? 2 10 കൊണ്ട് ഞാൻ ഹരിച്ചു കൊടുക്കണം. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 വരും അല്ലേ. 10 കൊണ്ട് ഇത് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ 0 കൊണ്ടൊക്കെ ഹരിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും എണ്ണം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് 0.05 മീറ്റർ എന്നായിരിക്കും വരിക. കണ്ടോ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 2 0 അപ്പോൾ 2 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ 5 ഒന്നും പിന്നെ ഇപ്പുറത്ത് ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ 0.05 മീറ്റർ എന്നാണ് അത് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ മീറ്ററിൽ നിന്ന് ഞാൻ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 50 മീറ്ററിനെ
എനിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കിട്ടണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മീറ്ററും ഇവിടെ കിലോമീറ്ററും. അപ്പോൾ അതേ മീറ്ററിൽ നിന്നാണ്. അപ്പോൾ മീറ്റർ നമ്മൾ കൂട്ടേണ്ട, ബാക്കി 1, 2, 3 പേരുണ്ട്. അപ്പോൾ നമ്മൾ 3 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 1, 2, 3 3 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1, 2, 3 സ്ഥാനം മാറ്റി നമ്മൾ പോയിന്റ് ചെയ്യണം. അത് അപ്പോൾ വരുന്നത് 0.050 കിലോമീറ്റർ എന്നായിരിക്കും കണ്ടോ, അല്ലെങ്കിൽ 0.05 കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് വരുന്നത്. നമുക്ക് മേലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് 10 കൊണ്ട് ഗുണിച്ചു കൊടുക്കണം. എത്ര 10 കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നോക്കണം. ഇനി താഴോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 10 കൊണ്ട് ഹരിച്ചു കൊടുക്കണം. അപ്പോഴും എത്ര 10 ഉണ്ട് എന്നുള്ളത് നമുക്ക് എണ്ണി നോക്കിയിട്ട് കണ്ടെത്താം. ഇനി ഇതിങ്ങനെ ഹരിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് അത് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം നോക്കാം. അതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിറ്റ് കൺവേർഷനും അതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ സജസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. താങ്ക് യു.